ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളുടെ ഗോൾഡിൻ്റെ അപ്ഡേഷൻ വീഡിയോ ആണ്. ഇന്ന് പ്രൈസ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ബുള്ളിഷ് ആയിരുന്നു. ഇന്നലെ വീക്ക്ലി അനാലിസിസ് കണ്ട ആളുകൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാകും. നമുക്ക് 4 അവറിലേക്ക് വരാം. 4 അവറിലൊരു ഓർഡർ ഫ്ലോയിൽ നിന്നാണ് പ്രൈസ് മൂവ് ചെയ്തത്. 4 അവറിൽ നല്ലൊരു 4 അവറിൻ്റെ തന്നെ ഒരു IFC ക്യാൻഡിൽ ഉണ്ടായിരുന്നു. അപ്പോൾ പ്രീവിയസ് ഹൈ വരെ ഓർഡർ ഫ്ലോയിൽ നിന്നും റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് പ്രീവിയസ് ഹൈ കറക്റ്റായിട്ട് ആ ടാർഗറ്റ് ഹിറ്റ് ചെയ്തത്. ഇനി പ്രൈസ് ഒരു റിയാക്ഷൻ തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ 1 അവറിൻ്റെ ഒരു ഓർഡർ ബ്ലോക്കിലാണ് നിൽക്കുന്നത്. ഇത് ഫെയിൽ ആയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഈ ഒരു പൊസിഷനിൽ നിന്നും 50 മിനിറ്റിലൊന്നും വേറെ ഒരു ഓർഡർ ബ്ലോക്ക് ഒന്നും ഇല്ല. ഞാൻ 50 മിനിറ്റിലേക്കൊക്കെ റിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ 50 മിനിറ്റിൽ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ടായിരുന്നത് ഈ ഒരു പൊസിഷനാണ്. അത് ഫെയിലായി. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നിന്നൊരു സെല്ലിലേക്ക് വരാനുള്ള ഇതൊരു സ്ട്രോങ് ഏരിയ ആയിരുന്നു. ഇവിടെ നിന്ന് പ്രൈസ് ബിയറിഷിലേക്ക് വന്നായിരുന്നെങ്കിൽ നല്ലൊരു മൂവ്മെൻറ്റ്സ് നമുക്ക് തന്നാനേ. നമുക്ക് മിനിമം ഈ ഒരു പൊസിഷൻ വരെയെങ്കിലും വെക്കാം. അതായത് 50 മിനിറ്റിൻ്റെ ഈ ഒരു OB വരെയെങ്കിലും നമുക്ക് നോക്കാമായിരുന്നു. പക്ഷേ ഇപ്പോഴും 1 അവറിൽ പ്രൈസ് ബിയറിഷാണ്. 1 അവറിൻ്റെ എക്സ്ട്രീം പൊസിഷൻ ഇതാണ് നിൽക്കുന്നത്. ചില പ്രൈസ് ഇനി കയറി വരാനുള്ള സാധ്യത ഉണ്ടെങ്കിലും പ്രൈസ് തിരിച്ചു വരാം. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് പ്രൈസ് ഇപ്പോൾ നമ്മുടെ സെക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഏഷ്യൻ ബുള്ളിഷാണ്, ലണ്ടൻ ബുള്ളിഷാണ്. അല്ല, ലണ്ടനിൽ ഏകദേശം $60 മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂയോർക്ക് വന്നിട്ട് ലണ്ടൻ്റെ ഹൈ എടുത്തിരിക്കണം. ഇവിടെ നിന്നൊരു റിയാക്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഈ ഒരു ലണ്ടൻ്റെ 50% പ്രൈസ് മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ബൈ കിട്ടണമെങ്കിൽ അതും നോക്കാവുന്നതാണ്. പക്ഷേ ചിലപ്പോൾ ഈ ഒരു പൊസിഷനിൽ നല്ലൊരു സെല്ല് വരികയാണെങ്കിൽ താഴേക്ക് വരാം. ഇനിയും കയറി വരികയാണെന്നുണ്ടെങ്കിലും നമ്മളുടെ ഈ ഒരു 1 അവറിൻ്റെ ഒരു എക്സ്ട്രീം OB ഉണ്ട്. ഈ പൊസിഷനിലൊക്കെ വരെ നല്ലൊരു റിയാക്ട് ചെയ്യുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡേയിലേക്ക് വന്നു കഴിയുമ്പോൾ വീക്ക്ലി അനാലിസിസ് പ്രത്യേകം പറഞ്ഞതാണ്, ആ ഡേയുടെ ഒരു ക്യാൻഡിൽ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു റിയാക്ഷൻ തരാനുള്ളൊരു ക്യാൻഡിൽ തന്നെ ഇനിയും ആ ക്യാൻഡിൽ റിയാക്ഷൻ തരും. അപ്പോൾ ഇന്നിപ്പോൾ സെക്ഷൻ്റെയൊക്കെ ട്രേഡ് കിട്ടണമെങ്കിൽ ധൈര്യമായിട്ട് എടുക്കുക. ഇപ്പോൾ പ്രോഫിറ്റ് എടുത്ത് ബൈയിൽ പ്രോഫിറ്റ് എടുത്ത് നിൽക്കുന്നവരാണെങ്കിൽ നല്ലൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ടൈം കൂടിയാണ്.